തങ്ക ഞാൻ ഇറങ്ങിയ എന്താ ക്ലീറ്റസ് ചേട്ടാ? കാക്ക വല്ലതും മലന്ന് പറക്കുവാന്ന് നോക്കുമായിരുന്നു. കാക്ക മലർന്നു പറക്കാൻ എന്തിന്? ഇതെന്ത് രാഗിയുടെ കയ്യിരിക്കുന്നത്? ചൂല് ചവറ് രാഗി തൂക്കുന്നു. ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. രാഗി ചൂല് ചവറ് അല്ലേ? ഇതൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. രാഗി ഈ സാധനമൊക്കെ കൈ കൊണ്ട് എടുക്കണതേ. അലർജി അല്ലേ? അലർജി അലർജി ഇപ്പൊ ഇല്ലേ? കുഴപ്പമില്ലേ? ഒന്ന് പോയ ക്ലീറ്റസ് ചേട്ടാ. ആ മഴ പെയ്തപ്പോഴേ നിറച്ച് ചപ്പിച്ചവറ്. പക്ഷെ എന്താ ചെയ്യൊക്കെ കാറ്റത്ത് അങ്ങോട്ട് പറന്നു പോവാ. മഴയും കാറ്റുമാണ് പ്രശ്നം. കിട്ടിയ മെമ്പറല്ലേ, പറഞ്ഞിട്ട് അതിനെതിരെ ഒരു സ്റ്റേ വാങ്ങിച്ചൂടെ? മഴയ്ക്കും കാറ്റിനും എതിരെ അമ്പിളിച്ചേട്ടനോട് പറഞ്ഞാലേ ഒന്നും നടക്കൂല. അതങ്ങനെ ഒരു പ്രമുഖനായ ക്ലീറ്റസ് ചേട്ടൻ പറഞ്ഞാലേ കുറച്ചും കൂടെ അത് വെടുപ്പായി നടക്കുക. അത് പറഞ്ഞു നോക്കിക്കൂടെ? ആ കെട്ടിയന്റെ കൂടെ കൂടി കൂടി ബുദ്ധി വെച്ച് നിനക്ക് കേട്ടാ. ആ തങ്കം ചേച്ചിക്ക് ഈടായിട്ട് കുറച്ച് ബുദ്ധി പറഞ്ഞിട്ടുണ്ട്. രാഗി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? സത്യത്തിൽ നിന്നെ പ്രസവിച്ചു തന്നെയാണോ? അട്ടാ വല്ല മുട്ട പൊട്ടി വിരിഞ്ഞതാണോ നീ? ഇതുപോലത്തെ ഒരു മുതല് ലോകത്ത് വേറെ ഉണ്ടാവൂല കേട്ടോ. അയ്യോ എന്ത് നല്ല തമാശ. നന്നായിട്ടുണ്ട് കേട്ടാ. ക്ലീറ്റസ് ചേട്ടാ ഒരു മിനിറ്റ്. എന്ത്? അതെ ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. ഓ പുതിയ സംശയം വല്ലതും ആണോ? എന്തേ? അതെ ആ 1 കോടിയുടെ കെട്ടിടം പണി എന്തായി? ആര് പറഞ്ഞു? തങ്കം ചേച്ചി ഇന്ന് രാവിലെ പറഞ്ഞു. നമുക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്നാ എന്റെ സംശയം. ആ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അങ്ങനൊന്നും ഇല്ല അല്ലേ? ഇല്ലെന്നാ എന്റെ കൊച്ചെ. 1 കോടി രൂപയൊന്നുമല്ല. ഞങ്ങൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇട്ടേക്കണത് 1.25 പക്ഷെ 1.5ക്ക് മേളിൽ പോവും. ഇനിയിപ്പോൾ എങ്ങനെ പിടിച്ചു നിർത്തിയാലും 1.5ക്ക് മേളിൽ പോവും. ഇപ്പം എന്താവുമല്ലോ, പണി തുടങ്ങിയില്ല. അതിന് മുമ്പ് തന്നെ ഇപ്പം തന്നെ കുറേ ആയിന്നേ. You mean 1 crore above? 1 crore above? അത് തന്നെ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. 1.5ക്ക് മേളിൽ പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ വേണ്ട, കെട്ടിടം പണി ഇങ്ങനെ നടക്കുന്ന പരിങ്ങളിലേക്കാണ്. ഇടയ്ക്ക് ഞാൻ അറിയിക്കുമ്പോൾ എന്തെങ്കിലും സാമ്പത്തിക സഹായം സംഭാവനയായിട്ട് തരണം. പറയണം അവൻ്റെ അടുത്ത്. എനിക്കതിൽ പിണക്കം വരുമൊന്നുമില്ല. എന്തൊരു മനുഷ്യനത്. വീട് പണി തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് നാട്ടുകാരെ കയ്യിൽ നിന്ന് സംഭാവന പിരിക്കാൻ ഇറങ്ങി കൊടുക്കുക. പറഞ്ഞ മെമ്പർ ബ്രേക്കൊക്കെ ഉണ്ടാ? ഉണ്ട്. എങ്ങോട്ട് പോണേ? ഇടിച്ചിട്ടേളല്ലേ? ചെറിയ ആവശ്യങ്ങളുണ്ട്. അല്ല നീ ഇതുവരെ തൂത്ത് വാരിയില്ലേ? അമ്പിളിച്ചേട്ടാ അവര് 1.5 കോടിയുടെ വീട് വെക്കാൻ പോവാന്ന് പറയണ്ടല്ലോ. ആര്? ആ ക്ലീറ്റസ് ചേട്ടനും തങ്കം ചേച്ചിയും. ആര് പറഞ്ഞു? ഇതേ ക്ലീറ്റസ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞിട്ട് പോയതാ. തങ്കം ചേച്ചി ആണെങ്കിൽ രാവിലെയും പറഞ്ഞു 1.5 കോടി രൂപ വീട്. ആ നിനക്ക് എന്തോടി വട്ടാണോ നിനക്ക്? എന്തോ പറയുന്നത്? ഓ പാർട്ടി ഓഫീസിന്റെ കാര്യമായിരിക്കും. അത് 1.5 കോടി ഒന്നുമില്ല. അവന്റെ പാർട്ടിക്ക് വേണ്ടി ഒരു പാർട്ടി ഓഫീസ് ഇവിടെ പണിയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തറക്കല്ലിട്ടു. യാതൊരു മന്ത്രി വന്നു. പാർട്ടി ഓഫീസ് ഒന്നും അല്ല ഇത്. അവരുടെ 4 ഏക്കർ വിറ്റിട്ട് വീട് പണിയാൻ പോവാന്ന് പറഞ്ഞു തങ്കം ചേച്ചി രാവിലെ. ആരാ 4.5 ഏക്കർ? ക്ലീറ്റസ് ചേട്ടന്റെ. എവിടെ? പാലയില്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പാർട്ടി ഓഫീസ് പണിയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പിരിവൊക്കെ നടത്തുന്നുണ്ട്. അതെനിക്കറിയാവും. അതൊന്നും നടക്കാൻ പോകണില്ല. 4, 3, 7 പാർട്ടികളെടുത്ത് ആരും അവനൊക്കെ പൈസ കൊടുക്കാൻ. അതുപോലെ എന്താ രസമെന്നറിയാമോ? ഇങ്ങോട്ട് നോക്ക്, ഇവിടെ തറക്കല്ലിട്ടില്ലേ? അതിന്റെ പേരിൽ പിരിച്ചു പറക്കില്ല കൂടെ പുട്ടെടുത്തെന്നോട് അവിടെ ഭയങ്കര പരാതി അടിയും പിടിയൊക്കെ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ വീട് പണി ഇല്ല അല്ലേ? അല്ലാന്ന് പറഞ്ഞില്ലേ? ഇപ്പഴേ സമാധാനായി. എന്തിന്? അതാണ് കാര്യം. എന്താന്ന് ചോദിച്ചാ എന്തിനാ ഈ ആൾക്കാർ കള്ളത്തരം പറയണേ അല്ലേ? എങ്ങനെ പറ്റണെന്നാ ഞാൻ ആലോചിക്കുന്നു. ഇപ്പോ തങ്കം ചേച്ചിനെ സമ്മതിക്കണം കേട്ടോ. തൂത്തുവാരിട്ട് വാ പെട്ടെന്ന്. Alien versus Alien.